ചൈന ഹോൾ വീഡിയോ, ചൈന ഷോപ്പിംഗ്. എനിക്ക് പെർഫ്യൂം ഇഷ്ടമാണെന്ന് വിചാരിച്ചാൽ പെർഫ്യൂം തന്നെ കൊല്ലുന്നു. നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയില്ല പെർഫ്യൂം ബ്രാൻഡ്. വാവ്, Okay. Ini tuh na. ദൈവമേ, ലബൂബാണോ? Parlage. ലബൂബിന്റെ അവിടെ അടുപ്പിക്കാൻ പറ്റില്ല, Adara. അതൊരു ഡബിൾ ടോയാ. Ada. അത് ചൈനയിലല്ലേ മിത്തോ? ചൈന ജപ്പാനിലാണ് ഒറിജിന്, പക്ഷെ Ini ജപ്പാനാണ് തോന്നുന്നു. ആരത്? അയ്യടാ, നല്ല രസമുണ്ടല്ലേ? എന്റെ കളക്ഷന്റെ അടക്ക നല്ല രസമുണ്ടല്ലേ? ചൈന ശരിക്കും ചൈന ഇങ്ങനത്തെ ടോയ്സ് കൊണ്ടുള്ള നല്ല രസമുണ്ട്. ടാക്കിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാല്ലേ? ഷോപ്പീസ് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല. മിത്തുവിന് ഇങ്ങനത്തെ ആക്രി സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇതെന്തറിയോ? ലബൂബാണോ ദൈവമേ? ലബൂബല്ല, എല്ലാം ലബൂബല്ല. ഇത് ഞാൻ അവിടെ കണ്ടപ്പോഴേ കാണുമ്പോഴേ ഒരു വേറെ ഫീല്. അവിടെ കണ്ടപ്പോ എനിക്ക് തോന്നി ഇത് സ്വപ്നം മേടിച്ചത്. എന്താ കാരണം അറിയാം മിത്തു? നീ ഇത് എന്നിട്ട് ഇവിടെ കിച്ചണിൽ വെച്ചാ മതി. അപ്പൊ നിക്കില്ലേ നിന്റെ ഏതാണ് അന്നത്തെ ഭാവം എന്ന് അറിയാൻ പറ്റും. ഇതാണ് ഭാവം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരും ആ സൈഡിക്കേ വരില്ല. നീ നിന്റെ ഓരോ ദിവസത്തെ ഭാവം പറഞ്ഞാൽ മതി. എന്തൊക്കെ സാധനങ്ങളല്ലേ? ഇപ്പൊ നീ എക്സൈറ്റഡ് അല്ലേ? ഇപ്പൊ അല്ലേ ഭാവം? ഇപ്പൊ ഇതാണോ എക്സൈറ്റഡ് ആവും ഈ ഭാവം. മറ്റേ ഭാവം ആ രൗദ്രഭാവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാലോ അല്ലേ? ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മളിവിടെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അത് മിത്തുകുട്ടി എടുത്തോ? നിനക്ക് ഇഷ്ടാവും? അല്ല, അമ്മയ്ക്കാണ് ആവശ്യം. അമ്മയുടെ ഭാവം ഞങ്ങൾക്കൊന്നും അറിയാൻ വേണ്ടിട്ടുള്ളതാണ്. കാണാത്ത മിത്തുകുട്ടിക്കാണ് ഇത് നല്ല രസമുണ്ടാവും. ഇതിനൊക്കെ പുറത്തു നിന്ന് നല്ല കളർ ലാവൻഡർ അല്ലേ? തുടങ്ങിയിട്ടുള്ളൂ. ഇതിനെ നശിപ്പിക്കും. ഒരു തരത്തില് ജീവിക്കാൻ സമ്മതിക്കരുത്. ഇപ്പൊ തുറക്കണ്ട, ഞാൻ തുറക്കാം. ഇതെനിക്ക് തന്ന അപ്പൊ എനിക്ക് തന്ന. ഓ വാ, ഞാൻ തരാം. മതി, എനിക്ക് നാളെ രാവിലെ ഒന്ന് ടേസ്റ്റ് കൊടുക്കാം. എങ്ങനെയുണ്ട്? ഇനി കഴിക്കാനുള്ളതാണോ? ഈശ്വരാ, ഇത് ശരിയല്ല. ഇതാരാ? അതാണോ ഈ സാധനം? ഇതാണ് എടുത്ത് കഴിക്കുന്നത്. ഞാൻ കഴിക്കില്ല. മാംഗോ ഒരു പീസ് കഴിക്കാൻ തന്നാ മതി. ഇത് കുഴപ്പമൊന്നുമില്ല നിന്റെ ഇതിന്. ഇത് ഷുഗർ അല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. കൺട്രോൾ കഷ്ടപ്പെട്ട് ഒരു ചലഞ്ച്. ആക്ച്വലി രമേശേട്ടൻ ഇല്ലാത്ത ദിവസം നല്ല അടിപൊളിയായിട്ട് ഡയറ്റും കാര്യങ്ങളും ഒക്കെ പോയി. കാരണം ആരും ഇല്ലല്ലോ, ഭക്ഷണം ഉണ്ടാക്കണ്ട. വന്നു തുടങ്ങി. ഇന്നെങ്ങനെ ടെംപ്റ്റ് ചെയ്യാൻ അങ്ങനെ പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുവരുത്. ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഞാനിത് കണ്ടു ഒരു കഷ്ണം കടിച്ചു നോക്കി, അത്രേ ഉള്ളൂ. ഞാൻ കഴിച്ചില്ല. ഈ പെട്ടി ഫുള്ള് ഞങ്ങൾക്കാണോ? എന്തൊക്കെയാണ് അത്? എന്താ പപ്പ ചായ പറഞ്ഞല്ലോ. ദൈവമേ, കഴിക്കാനുള്ള സാധനങ്ങളാണല്ലോ മൊത്തം. ഗായ്സ്, ടേസ്റ്റ് ചലച്ചിക്കാല് 50 ദിവസം കഴിഞ്ഞ് ചെയ്താൽ മതിയോ? ഞാൻ പ്രത്യേകം പറഞ്ഞതായിരുന്നു ഇവിടുന്ന് പോകുമ്പോ
ഭക്ഷണം കഴിക്കുന്ന ഒരു സാധനം കൊണ്ടുവരരുത് പ്ലീസ്. അങ്ങനെ തോന്നണമെങ്കിൽ മിത്തുകുട്ടിക്ക് ടേസ്റ്റ് ചെയ്യാൻ ഒന്നോ രണ്ടോ മിഠായി, നോട്ട് പാക്കറ്റ്. ഇവിടെ ഇയാൾക്ക് കൊടുക്കട്ടെ കഴിക്കെല്ലാം നിർത്തിയിട്ട്. ആ കഴിക്കലല്ലേ സന്തോഷം. നീ കുറച്ച് ഇങ്ങനെ കൊടുക്കട്ടെ. ഇതെന്താ കൊറേ ഉണ്ടല്ലോ. ഇത് ജെല്ലിയിലായിട്ടോ. നിനക്ക് ഇത് തുറക്കട്ടെ. കഴിക്കാൻ പാടില്ല. 21 ഡേയ്സിന്റെ ചലഞ്ച് ആണ്. ഇതെന്താ? അവരങ്ങനെ കയ്യില് വള പോലെ ഇടുന്ന ഒരു സാധനം. ഇതിങ്ങനെ വരും അതോ അങ്ങനെ തൂങ്ങി കിടക്കും. അതെങ്ങനെയുണ്ട്? എന്തൊക്കെ പേരുണ്ടോടാവോ? ഇതിന് പേരൊന്നുമില്ല. ഇത് അമ്മിനി. ഇത് അമ്മിനിക്കുട്ടി. ഇതാരാ? ഇത് ചക്കിമോള്. ഇത് ഡുണ്ടുമാൻ. മോനാണോ മോളാണോ? മോളല്ലേ മോനല്ലേ? മോനാണ്. കയ്യിൽ നീട്ടിങ്ങനെ മേടിക്കുക ഓരോന്ന്. മറ്റവർക്ക് കൊടുക്കാളൊക്കെ കൊടുത്ത് അടിച്ചു കയറ്റിട്ട് രാത്രി 1 മണിക്ക് എല്ലാം കഴിച്ചു. വാവ് കമ്മല. സോ നൈസ്. നോക്ക് ഇത് കണ്ടോ നീ? തിന്നണ തിരക്കിൽ ഇത് കണ്ടില്ലേ? വിട്ടോക്ക്. ഇതൊക്കെ ഏത് മാർക്കറ്റിൽ നിന്ന് വാങ്ങി? ഇത് ആക്ച്വലി ഇതിന് വില ഉണ്ട്. അവര് പറഞ്ഞു അത്. അപ്പൊ ഇതിന്റെ കളറ് പോവില്ല, എത്ര കാലം കഴിഞ്ഞാലൊന്നും പോയില്ല. അവരവരെ കോണ്ടാക്ട് കണ്ടു പറഞ്ഞു ഇത് എത്രയായാലും ഇത് ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുണ്ടാവും. ഫുഡ് ഐറ്റംസ് ഒക്കെ നിന്റെ അല്ലാത്ത എന്റെ കുട്ടിക്ക് തരാം. എനിക്കുള്ള കമ്മലൊക്കെ മിത്തൂന് തന്നെ. ഒന്ന് നിനക്കാണെന്നുണ്ടെങ്കിൽ അടുത്തത് മിത്തൂന്. അങ്ങോട്ട് മിത്തുന് ഇങ്ങനത്തെ നല്ല ഇഷ്ടമാണ്. ഇപ്പൊ പറഞ്ഞുള്ളൂ ആകതയുള്ളൂ ഇടാൻ. നല്ല രസമുണ്ട്. പക്ഷെ ഇത് എനിക്ക് കൂടാട്ടോ. ഇതിന്റെ കളറ് ഒട്ടും പോവില്ല, അങ്ങനെ ഉണ്ടാവുന്നു. വില ഉണ്ട് ഇതിന്. വില ഉണ്ട്. അങ്ങനത്തെ ഇല്ലാത്ത മാർക്കറ്റും ഉണ്ട്. പക്ഷെ അത് ആ ക്വാളിറ്റി ശരിക്കും കണ്ടറിയാം. ഞാൻ വേറൊരു മാർക്കറ്റിൽ പോയപ്പോ രംഷയുടെ പോയത് ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലായി കാണിച്ചുകൊണ്ടിരിക്കുന്ന ചോങ്ചിങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ഒരു സൈഡിൽ പോയ ഗ്രൗണ്ട് ഫ്ലോറാ തോന്നും, അടുത്ത സൈഡിൽ പോയ 22ാമത്തെ നില, അങ്ങനെ പിന്നെ അവിടുത്തെ റോഡില് ഒറ്റയ്ക്ക് കയറിയാൽ പിന്നെ ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഭയങ്കര വൈറലായി. പിന്നെ ബിൽഡിങ്ങിന്റെ ഇടയിൽ കൂടെ മെട്രോ ഒക്കെ പോണം, ഒക്കെ ഭയങ്കര സംഭവങ്ങളായ സ്ഥലത്ത് കൂടെ ഒക്കെ പോയി ഫോട്ടോ ഒക്കെ. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു ചൈന? അല്ല എങ്ങനെ ഉണ്ടായിരുന്നു ചൈനക്ക്? അടിപൊളി. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസും ചൈന സംഭവങ്ങളൊക്കെ നമ്മൾ എന്തായാലും കാണിച്ചു തരാം. ഇനി നമുക്ക് കുറച്ച് നേരം ഈ ചോങ്ചിങ് സിറ്റി ഒന്ന് കാണാം. കാരണം ഞാൻ ഇങ്ങോട്ട് വരുന്നത് പറഞ്ഞപ്പോൾ തന്നെ സൊപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ഈ സിറ്റിനെ പറ്റിയിട്ട് അറിയാം. കാരണം സോഷ്യൽ മീഡിയയിൽ അത്രയും വൈറലായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലെ വീഡിയോസൊക്കെ ഒന്ന് പോയിട്ട് എടുത്തുകൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഇടയ്ക്കൊരു ബ്രേക്ക് കിട്ടിയപ്പോൾ ഞാൻ പോയിട്ട് എടുത്തതാണ് ഈ സ്ഥലങ്ങളിലെ വീഡിയോ. അപ്പോൾ ഇതാണ് ചോങ്ചിങ് സിറ്റി. ഇതൊരു വെസ്റ്റേൺ ചൈനയിലുള്ള ഒരു എക്കണോമിക് ഹബ്ബാണ്. ഇതിനെ 8D സിറ്റി എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. നല്ല എൻജിനീയറിങ് വർക്ക്, അതുകൊണ്ട് തന്നെ സിറ്റി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന രീതി നല്ല ഭംഗിയാണ് കാണാൻ. അതുകൊണ്ട് തന്നെ ഇതിനെ 8D സിറ്റി എന്ന് പറയുന്നത്. ഇവിടെ കാണേണ്ട പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണ് ഈ ഹോങ്യ ഡോങ് എന്ന് പറഞ്ഞ സംഭവം. ഹോങ്യ കേവ് എന്ന് പറയും. ഇത് ആക്ച്വലി നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. കാരണം ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും, ചൈനയിലുള്ള ഓരോ സ്ഥലങ്ങളും, പ്രത്യേകിച്ച് ഈ ചോങ്ചിങ്ങിലുള്ള ഓരോ സ്ഥലങ്ങളും അത്രയും വൈറലാണ് ഇൻ്റർനെറ്റിൽ. ഇവിടെ നോർമലി ഇവിടെ വന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ ഇവിടുത്തെ വൈഫൈയിൽ നമുക്ക് ഗൂഗിളില്ല, ഫേസ്ബുക്കില്ല, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമില്ല, ഈവൻ യൂട്യൂബില്ല, ഒന്നുമില്ല. പക്ഷേ നമുക്ക് റോമിങ്ങിൽ നമുക്കത് കിട്ടും.
ഈ ഒരു സ്ഥലം ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ടിക്ടോക്കിലൊക്കെ ഇത്ര വൈറലായിട്ടുള്ളതാണ്. ഒരു റിവറിൻ്റെ ക്രോസ് ആയിട്ട് നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു റിവർ സൈഡ് പകലൊക്കെ അടിച്ച് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. പക്ഷേ രാത്രിയാണ് ഈ നിയോൺ ലൈറ്റൊക്കെ ഇട്ട്, ഇതിന് നിയോൺ സിറ്റി എന്ന് പറയും. അതുകൊണ്ട് മൗണ്ടൻ സിറ്റി, നിയോൺ സിറ്റി, 3D സിറ്റി, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഈ ചോങ്സിങ്ങിന്. അപ്പോൾ ഈ റിവറിൻ്റെ മുകളിൽ ഫുൾ ടിക്ടോക്ക് വീഡിയോ എടുക്കുന്ന ആളുകളുടെ ഒരു തിരക്കാണ് ആ ലൈറ്റിംഗ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അത് ഈവനിങ്ങിൽ അവിടെ ഒരു ഡ്രോൺ ഷോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്, അതുപോലെ ഈ ക്രൂസൊക്കെ വന്നിട്ട് ആളുകളെ കൊണ്ടുപോകുന്ന പരിപാടികൾ, അതിൻ്റെ ലൈറ്റിംഗ് തന്നെയാണ് മെയിൻ അട്രാക്ഷൻ. ആളുകൾ വീഡിയോ എടുക്കാൻ വരുന്നതും നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കാണ് അവിടെ. പിന്നെ ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ഫുഡാണ്. നമുക്ക് അറിയാത്ത എത്രയോ പല ടൈപ്പുകൾ ഫുഡ് ഉണ്ട് അവിടെ. അതിങ്ങനെ നമുക്ക് പോയി ടേസ്റ്റ് ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് റൈസ് വൈനാണ്. റൈസ് വൈൻ അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റൈസ് വൈനൊക്കെ. പിന്നെ ബാക്കിയുള്ള ഫുഡുകളിലൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും ഒന്ന് ടേസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ എന്താണ്, ഏതൊക്കെ സംഭവങ്ങളാണെന്ന് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ അതിൽ പലതും ഉണ്ടാവും, പലതും വറുത്തതും പൊരിച്ചതും ഒക്കെ ഉണ്ടാവും. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ആ ഉപയോഗിക്കുന്ന എണ്ണയുടെ ഒരു മണം നമുക്ക് അങ്ങനെ അത്ര കൂടെ ഇഷ്ടമായി എന്ന് വരില്ല. വെജിറ്റേറിയൻസിന് ഒട്ടും പറ്റില്ല. നോൺ വെജിറ്റേറിയൻസ് ആയാലും ആ എണ്ണയുടെ മണം, പല സംഭവങ്ങളുടെ രുചികളും നമുക്ക് അത്ര കൂടെ ഒരു ഫേവറായിട്ടുള്ള സംഭവമല്ല. ചിലതൊക്കെ ട്രൈ ചെയ്യാം, ചിലതൊക്കെ ഞാൻ ട്രൈ ചെയ്തു. ഇതൊക്കെ എന്തോ വൈറൽ ഐസ്ക്രീമാണെന്നൊക്കെ സ്വപ്ന പിന്നെ എന്നോട് പറയുന്നുണ്ടായിരുന്നു. എനിക്കറിയണ്ടായിരുന്നില്ല. അതൊക്കെ എന്തോ ടിക്ടോക്കിലും ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അത്രത്തിൽ. അപ്പോൾ അതിങ്ങനെ ഒരു നൈറ്റിൽ നമുക്കൊരു ഹാങ് ഔട്ടായിട്ടുള്ള അടിപൊളി ഒരു സ്ഥലമാണ് ആ ഒരു സംഭവം എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്നോട് സ്വപ്നം പറഞ്ഞതാണ് പോകണം എന്നുള്ളത്. ഇത് ക്യൂസിങ് ടവർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞു ഇത് അത്രയും ഫേമസ് ആണ്, എന്താ പറയുക, യൂട്യൂബിലായാലും ശരിയാണ്. ഞാൻ പിന്നെ അത് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലായത്. ഇതെന്താ വെച്ചാൽ അത് കണ്ടോ, ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പോലെയാണ്, വണ്ടികൾ പോകുന്നു, ബിൽഡിങ്ങുകളുണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ നിലം പോലെയുള്ള അങ്ങനെ ഉള്ള സ്ഥലം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സ്ട്രീറ്റാണ് തോന്നും, അങ്ങനെയുള്ള സാധനം. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മളൊന്ന് നടക്കുകയാണ് ചെയ്യുന്നത്. അതായത് ജസ്റ്റ് ഒരു 1 മിനിറ്റ് നടക്കേണ്ട ഒരു ദൂരം നമുക്കങ്ങനെ കാണുന്നതാണ്. ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ട് നമ്മളൊന്ന് നടന്നു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത്. എന്താ വെച്ചാൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്നത് 22ാമത്തെ നിലയിലാണ്, 22nd ഫ്ലോറിലാണ്. തൊട്ടപ്പുറത്ത് റൈറ്റ് സൈഡിൽ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് 22nd ഫ്ലോർ. അപ്പോഴാണ് നമ്മൾ ഒന്ന് അത്ഭുതപ്പെടുക. ഈ അനുഭവം തന്നെയാണ് എല്ലാവരും വീഡിയോ ഇട്ട്, അവിടെ ഒരുപാട് പേര് ഇത് ക്യാപ്ചർ ചെയ്യാൻ, വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നവരാണ്. ഈ ഒരു സംഭവം അവർ ആർക്കിടെക്ചർ മാർവൽ എന്ന് പറയില്ലേ, ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ സിറ്റി ഒരു മൗണ്ടൻ സിറ്റി പറയില്ലേ, മൗണ്ടൻസ് ആണ് അവിടെ ഫുള്ള്. അപ്പോൾ ആ കുന്നിൻ്റെ മുകളിലൂടെ അവർ അതിനനുസരിച്ചുള്ള ഘടനയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ബിൽഡിങ്ങുകളും ആ എന്താ പറയുക പ്രകൃതിയുടെ ആ ഘടനയോട് ചേർന്നിട്ട് രീതിയിൽ അവരതിനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ആ ബിൽഡിങ്ങുകളൊക്കെ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ അവിടെ ഒരു സ്ഥലത്താണ്. പക്ഷേ ഇപ്പുറത്തെ സൈഡിലുള്ള ബിൽഡിങ്ങുകൾ നിൽക്കുന്നത് 22nd ഫ്ലോറിലാണ്. അപ്പോൾ അത് ഇവിടുത്തെ ഇത് ഭയങ്കര ഒരു സ്പോട്ടാണ്. എല്ലാവരും ഇവിടെ വന്നിട്ട് ചൈനയിൽ വരുമ്പോൾ അറിയുമ്പോൾ ഈ ഒരു സ്പോട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും ഇൻ്റർനെറ്റിലൊക്കെ അറിയാം. ഇതുകൊണ്ട് ഇങ്ങനെ ചുരം പോലെ നമുക്ക് കാണാം ഇങ്ങനെ. അപ്പോൾ അവിടെയൊക്കെ ബിൽഡിങ്ങുകൾ അവരത് അങ്ങനെ ഉണ്ടാക്കി, അത് ഇടിച്ച് പൊളിക്കാതെ അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ ഓരോന്നിൻ്റെ മുകളിലായിട്ട് അവരത് ഉണ്ടാക്കിയിരിക്കുകയാണ്. ബിൽഡിങ്ങുകൾ ഇങ്ങനെ കെട്ടിപ്പടുത്തുണ്ടാക്കിയിരിക്കുക. അതൊരു ഭയങ്കര എൻജിനീയറിങ് ഒരു സംഭവം തന്നെയാണ് അവരുടെ രീതികൾ. അങ്ങനെ അതൊരു നല്ല സ്പോട്ടായിരുന്നു കാണാനുള്ളത്. അത് കഴിഞ്ഞ് വന്ന ഒരു സ്ഥലത്ത് ഒരു പൂരത്തിൻ്റെ ആളുണ്ടായിരുന്നു, ലിസിബ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇത് ഭയങ്കര ഇതും അതുപോലെ തന്നെ എല്ലാവരും ഇൻ്റർനെറ്റിൽ വൈറലാക്കിയ ഒരു സംഭവമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ആ മെട്രോ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു കാഴ്ച, അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകൾ വന്നിട്ടുള്ളത്. ഇതാണ് ആ ബിൽഡിങ്. അപ്പോൾ ഇതൊരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് ഉണ്ട് അവിടെ താഴെ. അപ്പോൾ അതിലേക്ക് ഈ ഒരു മെട്രോ ലൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെയിൻ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിപ്പോകും. അതാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാർ പെട്ടെന്ന് ഒച്ചുവിളിയും കൂട്ടിനുണ്ട മനസ്സിലാവും. ഇങ്ങനെ ഒരു 5 മിനിറ്റ് 8 മിനിറ്റ് ആകുമ്പോൾ ഇങ്ങനെ ഓരോ ട്രെയിൻ വരും. ആ ട്രെയിൻ വരുന്നത് ഇപ്പോൾ എല്ലാവരും മൊബൈലൊക്കെ എടുത്ത് എല്ലാവരും ചിലർ ഡാൻസ് കളിക്കുന്നു, ചിലർ പോസ് ചെയ്യുന്നു. ഇവിടെ ടിക്ടോക്ക് ഭയങ്കര ഫേമസ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആവുന്നു. ഈ ട്രെയിൻ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന ആ ഒരു കാഴ്ച, അത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ റോഡ് സൈഡിലുള്ള ഈ ഫുൾ ക്രൗഡും ഇവിടെ വന്നിട്ടുള്ളത്. അത് നമ്മുടെ ഇവിടേക്ക് പല മെട്രോ സ്റ്റേഷനുകളും ഇങ്ങനെയാണ്. പക്ഷെ അതൊരു സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന കാഴ്ചകൾ നമുക്കും ഇവിടെയൊക്കെ കാണാൻ പറ്റും. പക്ഷെ അതൊരു കമേഴ്ഷ്യൽ കോംപ്ലക്സ്
ഇപ്പുറത്ത് നല്ല ഭംഗിയുള്ള സീനറി ഉണ്ട്, പക്ഷെ അതൊന്നും ആർക്കും വേണ്ട. എല്ലാവർക്കും ഈ സൈഡിലുള്ള ഈ ഒരു സംഭവം. അപ്പോൾ ഒരു ട്രെയിൻ വന്നു കഴിഞ്ഞാൽ അടുത്ത ട്രെയിനിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ആൾക്കാർ ഇവിടെ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ, ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നുള്ളത്. എന്നിട്ട് അവരത് റീൽസും വീഡിയോസൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സ് ഈ ട്രെയിൻ വരുമ്പോൾ നമുക്ക് പോസ് ചെയ്ത് തരാം, നമ്മളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള സംഭവം. ഇതാണ് ആ കമേഴ്ഷ്യൽ കോംപ്ലക്സ്. അപ്പോൾ ഈ ബിൽഡിങ് ഇടിച്ച് നിരത്താതെ അവരതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ആ മെട്രോ സ്റ്റേഷൻ ഉണ്ടാക്കി എന്നുള്ളത് ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊന്ന് പൊളിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇവരുടെ ടെക്നോളജിയും അവരുടെ ഒരു എന്താ പറയുക എൻജിനീയറിങ് സംഭവങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അതൊരു സംഭവം തന്നെയാണ്. പക്ഷെ നമ്മളെ നാട്ടിലെ മെട്രോ സ്റ്റേഷനുകളൊക്കെ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. സ്റ്റേഷന് പകരം ഇവിടെ അതൊരു ബിൽഡിംഗ് ആണ് എന്നുള്ളതാണ്. എന്തായാലും അവിടെ ഒരു എന്താ പറയുക അത്ര അധികം പൂരത്തിനുള്ള ആളുകളുണ്ടായിരുന്നു. അതിങ്ങനെ ഓരോ ട്രെയിനിന് വരുമ്പോഴും ഭയങ്കര ഒച്ചയുമ്പോഴും അത് കാണാൻ വേണ്ടി ഒരു റോഡ് സൈഡ്. പക്ഷേ ട്രാഫിക് ജാമൊന്നുമില്ല, അവിടെ ഒരു ഏരിയ തന്നെ ഉണ്ട് ആൾക്കാർക്ക് നിൽക്കാനും അത് കാണാനും വേണ്ടിയിട്ട്. അങ്ങനെ ഉള്ള ഒരു സംഭവമായിരുന്നു എലിസബത്ത് സ്റ്റേഷൻ. നല്ല രസം കാണാൻ. ഇൻ്റർനെറ്റ് വൈറലാക്കിയ സംഭവങ്ങളാണ്, അല്ലാതെ ഇതൊന്നും അങ്ങനെ ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാവില്ല. പിന്നെ അതുപോലെ തന്നെ നൈറ്റ് നമുക്കൊരു പെഡസ്ട്രിയൻ സ്ട്രീറ്റ് ഉണ്ട്, അവിടെ നടക്കാം. അവിടെ ഇങ്ങനെ പോയിട്ട് നല്ല നൈറ്റ് വൈബൊക്കെ ആസ്വദിക്കാം. കുറേ ബ്രാൻഡഡ് പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഷോപ്പുകളുണ്ട്. ആപ്പിളിൻ്റെ ഷോപ്പുണ്ട്, അതുപോലെ തന്നെ റോളക്സിൻ്റെ ഉണ്ട്. അങ്ങനെ ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ കുറേ ഷോപ്സും പിന്നെ അവിടെ സ്ട്രീറ്റിൽ ഇങ്ങനെ പല ഫാഷൻ ഷോ പരിപാടികൾ അങ്ങനെയുള്ളതൊക്കെ. ഇതൊക്കെയും ഇൻ്റർനെറ്റിൽ ഇങ്ങനെ ഈ ക്ലോക്ക് ടവറിൻ്റെ അവിടെയുള്ള കുറേ ഏരിയ ഇതൊക്കെ ഇത് എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ചാൽ ഈ മോഡേൺ സംഭവങ്ങളൊക്കെ ഈ ടിക്ടോക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം റീൽസ് മുന്നേ ഉള്ള പിക്നിക് സ്പോട്ടിനേക്കാൾ കൂടുതൽ റീൽസ് ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിച്ച് വൈറലാക്കിയ കുറേ സംഭവങ്ങളാണ് ഇതൊക്കെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയും ആളുകൾ ഇത് കാണുമ്പോൾ അപ്പോൾ റീൽസിലും വീഡിയോയിലും കാണുമ്പോൾ ആളുകൾക്ക് പിന്നെ ഈ സ്ഥലങ്ങൾ കാണാൻ പോകാൻ അങ്ങനെ ആക്കിയിട്ടുള്ള റഷ് നല്ലോണ്ട്. ഭക്ഷണം അതൊരു ഭയങ്കര സംഭവമാണ്. നമുക്ക് പലതും ട്രൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് എത്ര ക്യൂ, അപ്പോൾ അതൊരു ഫേമസ് സംഭവമാവും. അത്രയും ക്യൂ ഉണ്ട്, ഇത്രയും വെറൈറ്റി ഓഫ് ഡിഷ്. എവിടെ പോയാലും ഇതിനൊരു കുറവില്ല, ഭക്ഷണം എല്ലാ സൈഡിലും ഉണ്ടാവും. ഇത് ശിശുക്ക് പറഞ്ഞിട്ട് ഒരു ആൻഷ്യൻ ടൗൺ ആണ്. ഇതിങ്ങനെ കുന്നിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കയറിയിട്ട് നമ്മൾ എവിടെ പോകുകയാണെന്ന് വെച്ചാലും എനിക്ക് ഈ ചോങ്ചിങ് സിറ്റി കണ്ടപ്പോൾ സൗത്ത് കൊറിയ പോലെ തോന്നി. സോളിലൊക്കെ പോയപ്പോൾ നമ്മൾ കണ്ട ആ സിറ്റിയുടെ ഒരു രൂപം പോലെ തോന്നി. അത് ഇവിടെ ഉള്ളവർ പറയുകയും ചെയ്തു, ഇതൊരു അവരും സോളിലൊക്കെ പോയ സമയത്ത് സൗത്ത് കൊറിയയുടെ ആ ഒരു സിറ്റിയുടെ ഒരു വൈബ് ഉണ്ട് ഇതിന് എന്നുള്ളത്. കാരണം പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത സിറ്റിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്നപ്പോഴാണ് കേട്ടോ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്വപ്നയുടെ മിസ് ചെയ്യും. കാരണം നമ്മളെവിടെ ടൂർ പോകുമ്പോഴും ഫാമിലിയായിട്ട് പോകുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, അതിപ്പോൾ ദുബായി പോയി, തായ്ലൻഡ് പോയി, കൊറിയ പോയി, എവിടെ പോകുമ്പോഴും നമ്മൾ ആദ്യം പോയിട്ട് എന്ത് ചെയ്യും, അവിടുത്തെ ഡ്രസ്സ് സ്വപ്പ് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ മേക്കപ്പ് ചെയ്തത് ഇങ്ങനെയൊക്കെ വരുന്നത്. ഇത് കാണിച്ചു സ്വപ്പിന് ഭയങ്കര അയ്യോ ഇങ്ങനെയൊക്കെ ആക്കി തരുമെന്ന്. അപ്പോൾ അവർ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണതൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് അവരെ കോസ്റ്റ്യൂം ഇടിച്ച് ഫോട്ടോ സെഷൻ വീഡിയോ സെഷൻ കണക്കെ ഉണ്ടാവും. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക സ്വപ്പൂനെയും മിത്തുനെയൊക്കെ ഇവർ ഭയങ്കരമായിട്ട് എപ്പോഴും ചെയ്യാറുണ്ടല്ലോ. കൊറിയയിലൊക്കെ പോയിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് ഇവർ ഒരു നടത്തൊക്കെ ഉണ്ട്. അതുപോലെ തായ്ലൻഡിലൊക്കെ പോയിട്ട് ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ചെയ്ത പോലെ നല്ല ഡ്രസ്സ്. ഇതിങ്ങനെ ഈ ഒരു പുരാതനമായിട്ടുള്ള സ്ട്രക്ചർ അതിലൂടെ ഇങ്ങനെ നടക്കുക. അവിടെ പല സ്കില്ലായിട്ടുള്ള ആളുകളുണ്ട് എന്നാണ് എനിക്ക് ഇഷ്ടപ്പെട്ട. ഞാൻ കുറേ നേരം ഇയാളെതിരെ നോക്കി നിൽക്കുകയായിരുന്നു. കാരണം അത്രയും നന്നായിട്ട് ആർട്ട് ചെയ്യുന്നുണ്ട്. ബ്രഷ് ഉപയോഗിച്ചിട്ടല്ല, വെറും കയ്യിൻ്റെ ഒരു സൈഡ് വെച്ചിട്ട് അയാൾ അത് പെയിൻറ്റിങ് ചെയ്യാണ്, ആ മിക്സ് ചെയ്തിട്ട് എന്നിട്ടാണ് വിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് സ്കിൽ ഉള്ള ആളുകളുണ്ട്. പിന്നെ ഒരുപാട് ഫുഡുകൾ ഞാൻ സ്വപ്നോട് പറയുന്നത് ചക്കപ്പതിയാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് നോക്കുകയായിരുന്നത്. കാരണം നമുക്ക് പൊതിഞ്ഞത് കാണുമ്പോൾ ചക്കപ്പതിയാണ്. അപ്പോൾ സ്വപ്ന പറയും ഇതൊരു ഫേമസ് ഡിഷാണ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ സ്വപ്നാണല്ലോ മെയിൻ ഭക്ഷണങ്ങളുടെ മുഴുവൻ സംഭവങ്ങളൊക്കെ അറിയുണ്ടാവും. അപ്പോൾ അങ്ങനെ ഫുഡ് ട്രൈ ചെയ്യുന്നവർക്ക് പറ്റിയ സിറ്റിയാണ്. പക്ഷേ നമുക്ക് എല്ലാ ഫുഡും ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമാവില്ല. കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും, പക്ഷേ അത് വായിലേക്ക് കാരണം ഇങ്ങനെ കടയുടെ മുന്നിൽ തന്നെ ഇങ്ങനെ ഈ പോർക്ക് അതുപോലെ തന്നെ എന്താണ് അവിടെ സംഭവം ഉള്ളത് എന്നുള്ളത് ഇങ്ങനെ ഓൾറെഡി വെച്ചിട്ടുണ്ടാവും. പിന്നെ വറുത്തതും മുറിച്ചതിൻ്റെയൊക്കെ മണം ചിലതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല. ആ ഏരിയയ്ക്ക് മുമ്പ് വെജിറ്റേറിയൻസിന് ഒട്ടും പറ്റില്ല, നമുക്ക് മൂക്ക് പൊത്തി നടക്കേണ്ടി വരും. അപ്പോൾ നോൺ വെജ് ആണെന്ന് വെച്ചാൽ ചിലതൊക്കെ ട്രൈ ചെയ്യാം, പക്ഷേ എന്നാലും ആ ഉപയോഗിക്കുന്ന എണ്ണ അത് ചിലപ്പോൾ എനിമൽ ഓയിലാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവും, അതെന്താണെന്ന് അറിയില്ലല്ലോ നമുക്ക്. പിന്നെ അതിൻ്റെ ഓരോ രാജ്യങ്ങളിലും ഓരോ ടേസ്റ്റും കാര്യങ്ങളും അല്ല, അപ്പോൾ നമുക്കതിന് കുറ്റം പറയാൻ പറ്റില്ല.
അപ്പോൾ ഇതിങ്ങനെ ഈ പുകയും മണം ഇങ്ങനെ വരുമ്പോൾ ചില ഏരിയകളിൽ എത്തുമ്പോൾ നമുക്ക് തോന്നും ഓഫ് ഇത് അസഹനീയമാണ്, ചിലത് നമുക്ക് ഓക്കെ ഇത് കൊള്ളാം കുഴപ്പമില്ല തോന്നും. അപ്പോൾ ആ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം, എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഈ കുറേ കമേഴ്ഷ്യൽ ഷോപ്പുകളുണ്ട്. അവിടുന്ന് നമുക്ക് സോവനിയേഴ്സ് അതുപോലെ തന്നെ ഗിഫ്റ്റ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ മേടിക്കാം. ഞാൻ ഇവിടുന്ന് കുറേ സംഭവങ്ങളൊക്കെ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ ഈ സ്നാക്സ് ഇവരിങ്ങനെ വഴിയിൽ തരും നമുക്കതിനെ ടേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ചെറുതാകുമ്പോൾ അതിനെ കുഴപ്പമില്ലല്ലോ, അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒക്കെ ഇത് കൊള്ളാം. അങ്ങനെ തോന്നി കുറേ പാക്കറ്റുകളൊക്കെ ഞാൻ വാങ്ങിയത് ഇവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ. ചൈനീസ് സംഭവങ്ങൾ, ചോക്ലേറ്റിനേക്കാൾ കൂടുതൽ ചൈനീസ് സ്പെഷ്യൽ സംഭവങ്ങൾ, ചൈനയുടെ സംഭവങ്ങൾ. പിന്നെ അവിടെ ഒരുപാട് നല്ല കോസ്റ്റ്യൂമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഷോപ്പും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നടക്കാൻ പറ്റിയ ഒരു ആൻഷ്യൻ ടൗണാണിത്. ഇപ്പൊ രാത്രി 1 മണി 12:40. നമ്മൾ ഇതൊക്കെ ഒന്ന് നോക്കി വരുമ്പോഴേക്ക് 2 മണിയാവുന്ന രൺചേട്ടൻ പറഞ്ഞത്. അപ്പൊ നോക്കട്ടെ മിത്തു, ഇതിന്റെ ഇടയിൽ ഒന്നും മിസ് ചെയ്യണ്ട. ഫുഡ് ഐറ്റംസ് ഒക്കെ ഇതിലും മറ്റേതൊക്കെ നമുക്ക് ഇതിലും ആയിട്ട് വെക്കാം കേട്ടോ. ഇതിൽ വെച്ചോ, അല്ല ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഇതിൽ വെച്ചോ. ഇത് നല്ല ഇഷ്ടമായി. അത് കഴിക്കണമെന്നില്ല. നെക്സ്റ്റ് ഇയറിംഗ്സ് അവിടെ കുറെ നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പൊ അയ്യോ എന്താ രസം, നല്ല ഭംഗി. ഇവിടെ എന്താ പറഞ്ഞ അവര് ഞാൻ വേറൊരു മാർക്കറ്റിൽ പോയി. അവിടെ ഇങ്ങനെ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 350 രൂപയുടെ സംഭവങ്ങളുണ്ട്. പക്ഷെ അതിന്റെ അങ്ങനെ ഇടയിൽ തന്നെ ഇങ്ങനെ കറുപ്പ് വന്ന പോലെയൊക്കെ കാണുന്നുണ്ട്. ഇതിന്റെ ഒക്കെ വില എന്താ അറിയോ? ഇതിന്റെ ഒക്കെ വില 132. ഭയങ്കര എക്സ്പെൻസീവ് ആയാലും ഇതിന് വില കുറഞ്ഞ് ഇവിടെ കിട്ടില്ലേ? ഇത് അവരൊരു ഡിസ്കൗണ്ട് വന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ അവിടത്തെക്കാളും വില കൂടുതലാട്ടോ. 12 റുപ്പീസ്. അതായത് ഇതൊക്കെ എനിക്കൊരു 800-700 അങ്ങനെ കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഡിസൈന്. മാത്രമല്ല രംഷേട്ട എപ്പോഴും പുറത്ത് എവിടെ പോവാണെങ്കിലും രംഷേട്ട കൊണ്ടുവരുന്ന ഇയറിംഗ്സ് ആവും എന്റെ പേഴ്സണൽ ഫേവറേറ്റ്. ഈവൻ ഫ്രാൻസിൽ വരെ പോയിട്ട് ഇയറിംഗ്സ് അവിടെ നിന്നുള്ള ഒരു ഇയറിംഗ്സ് തന്നെ ഇടില്ല. എന്നാലും അവിടെ കുറച്ച് ഇയറിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇയറിംഗ്സ്. നല്ല രസമുള്ള യുണീക് കളക്ഷൻസ് ആയിരിക്കും. അപ്പൊ ഇതൊക്കെ എന്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. തമ്പുരാട്ടി അതിലെന്നെ ആയോ? സോ നൈസ്. ഇതിന് ആക്ച്വലി ബാക്കിൽ ഇടേണ്ട ആവശ്യമില്ല, അവര് വെറുതെ തന്നതാട്ടത്. ഇത് കണ്ടപ്പോ സെലക്ട് ചെയ്ത കുറച്ച് വാവ് നല്ല ഭംഗിയുണ്ട്. ഞാൻ വാങ്ങുമ്പോ ഇത്ര നല്ല വാങ്ങാറില്ല. ആക്ച്വലി ഞാൻ അത്ര നല്ല വാങ്ങാറില്ല എന്നുള്ളതാണ് സത്യം. രംഷേട്ടൻ വാങ്ങണതാവും എപ്പോഴും എന്റെ ഫേവറേറ്റ്. അതിലേതൊക്കെ പാർട്ട് റിമൂവ് ചെയ്യാന്നൊക്കെയാണ് ആദ്യം തന്നെ നോക്കണേ. അത് അമ്മയ്ക്ക് ഭയങ്കര മിത്തുന്റെ ഓരോ ദിവസത്തെ ഫേസ്. ഇതൊക്കെ മിത്തുവിനും കൂടി ഉള്ളതാട്ടാ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നാ. ഞങ്ങൾ എപ്പോഴും മാറിയിടും. പണ്ടത്തെ പോലെ സംഭവങ്ങളാണ്. എന്തോ ഭംഗി മിത്തു. സോ നൈസ്. നല്ല ക്വാളിറ്റി ഇട്ട് ഒരു രക്ഷയില്ല. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെസ്റ്റേൺ ഡ്രസ്സിന്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയുണ്ടോ. അതിങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ 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 അതായത് നിനക്ക് മനസ്സിലാവില്ലേ? അത് മിറർ പോലെ. ആക്ച്വലി ഇത് വെറുതെ ഉള്ളതല്ല. ഇത് രണ്ടെണ്ണം ഇതും വെക്കണം. ഇത് രണ്ടും അതിന്റെ അല്ല, ഇത് ഇതിന്റെയാ ഒന്ന് ഇതിന്റെയാ. ഓ കമ്മലൊരു രക്ഷയില്ലേട്ടാ. മാല മാല ഇവിടെ വെക്കും മിത്തോ. അല്ലെങ്കിൽ ആകെ ഇതൊക്കെ തിന്നാനുള്ളതാണ്. അതിന്റെ ഇടയിൽ കൂടെ തിന്നു പോകും. ഓ മിത്തുക്കുട്ടിയുടെ ഫേവറേറ്റ് നാട്ടെ. നല്ല രസമുണ്ട്. ഇത് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ചെയിൻ. ഇപ്പൊ ഇത് കണ്ടു, ഇത് കറുത്തു. ഇവിടെ 50 രൂപയ്ക്ക് വാങ്ങിച്ചതാ. അത് ഞാൻ പറഞ്ഞില്ല, അവിടെ ഒരു 30-35 ഒക്കെ ഉണ്ട്. പക്ഷെ അത് കാണുമ്പോ തന്നെ മനസ്സിലാവും, നമുക്ക് തൊടുമ്പോ തന്നെ നല്ല രസമുണ്ട്. വെസ്റ്റേൺ ഡ്രസ്സിന് കൂടെ അടിപൊളിയായിരിക്കും. ഉറക്കം വന്ന് തൂങ്ങാണ്. പക്ഷെ എന്താ ചെയ്യാ, ഈ പെട്ടി കാണുമ്പോ ഉറങ്ങാനും പറ്റുന്നില്ല. ഞാൻ 2 ദിവസത്തെ പോയിട്ടുള്ളൂ. 2 ദിവസത്തിൽ ചെയ്തതാ. അതായത് ഒരു വെറൈറ്റി ഉണ്ട് എല്ലാതും. അല്ല വലിയതാണേ. അവിടെ ഞാൻ പിക്ക് ചെയ്തതാ. നിനക്ക് ഏതാവും ഇഷ്ടാവുന്നുള്ള. അവരിങ്ങനെ വന്നു പറഞ്ഞിട്ട് ഇതാണ്. ഞാൻ പറഞ്ഞ അതല്ല, എനിക്ക് ഇതാണ് വേണ്ടത്. ഇതാവും സ്വപ്നം ഇഷ്ടാവുന്നത്.
അമ്മ മാലൊന്നും ഇടാറില്ല ഞാൻ. നീ ഇതിടുവോ? ഇത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാൻ പറ്റുന്ന സാരി എടുക്കുമ്പോൾ അങ്ങനെ ശരിക്കും എനിക്ക് നന്നായിട്ട് ഇടാം. വല്ല ഇത് ഓക്സിഡേഷൻ പക്ഷെ ഇത് പക്ഷെ എന്താ പറയുക, ഇത് അവിടുത്തെ അവര് പറഞ്ഞ ഒരു ഷാമ്പയിൻ കളറാണിത്. അതായത് ഗോൾഡും അല്ല സിൽവറും അല്ല പ്ലാറ്റിനം കളറ്. ഇത് ആക്ച്വലി ഇടാ എന്തിന്റെ കൂടെ അറിയോ? നല്ല ബ്ലാക്ക് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് അതിന്റെ കൂടെ നല്ല അടിപൊളിയാവും. നിങ്ങൾ അടുത്തേക്ക് ഇതൊക്കെ നിനക്ക് അതിലൊന്ന് ഈ ബോക്സ് എനിക്ക് ബോക്സ് പിന്നെ അവിടെ എന്തൊക്കെ കച്ചറ കച്ചറ കുട്ടാപ്പികളാണ്. വിത്തുകുട്ടി ഇപ്പോഴും 5 വയസ്സുള്ള പപ്പടം ഞാനത് മേടിക്കുമ്പോ എനിക്ക് തോന്നി നീ ഇത് ഉപയോഗിക്കുമോ, പക്ഷെ എനിക്ക് കണ്ടപ്പോ അത്ര ക്യൂട്ടായി കണ്ടത്. നല്ല കുക്കുടാപ്പികളൊക്കെയാണ് വാങ്ങി. ഇത് ഡോണട്ട് നമുക്ക് ഒപ്പിക്കാൻ പറ്റും. അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ ഇപ്പോഴും ഉണ്ട് ആ വിത്തിന്റെ പേര് എന്തൊക്കെ സാധനങ്ങൾ എപ്പോഴും അറിയോ? എന്താ അത്? അവിടെ എല്ലാ സ്ത്രീകളും ഇങ്ങനത്തെ നല്ലൊരു ലുക്ക് വന്ന പോലെ. ശരിക്കും നമുക്ക് പാരീസ് പോകുമ്പോടാത് ഇങ്ങനെ ഫോട്ടോ എടുക്കാം. ഹായ് നല്ല രസം കേട്ടോ. നല്ല ക്ലാസ് ക്യാപ്പ് അല്ലേ? ആ ഇതൊക്കെ എനിക്ക് കിട്ടുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഇങ്ങനത്തെ എന്ത് രസല്ലേ? നല്ല ഇഷ്ടപ്പെട്ടേക്ക്. സോ നൈസ്. തിരിയണം. ഞാൻ ഇരുന്ന് ചെയ്യും. ചെലപ്പോ കിടന്ന് ചെയ്യുന്നു. നല്ല കാറ്റുണ്ട്. നല്ല കാറ്റ്. ഇങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇമ്മാതിരി അമ്മമാരെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും. ക്രിയേറ്റിവിറ്റിയുടെ ആശാമാരല്ലേ? സൂപ്പർ ആട്ടോ. മിത്തുവിന് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. മിത്തുനാണെങ്കിൽ ഇങ്ങനത്തെ ക്രിയേറ്റീവ് സാധനങ്ങൾ അല്ല ഒറ്റത്തിരിക്കരുത്. അതേപോലെ ഇതൊക്കെ ഇങ്ങനെ സ്ട്രീറ്റിൽ തിരിച്ചിങ്ങനെ നിൽക്കണ്ടാവും. എല്ലാ സ്ട്രീറ്റിലും ഈ ഒരു സാധനം തൈര് കടയുടെതല്ല. അത് നാളെ എടുക്കാം. ഇതെന്താണ്? ജെല്ലി പോലത്തെ മാഷ്മെല്ലോ. ഞാൻ തളർന്നു. ഹായ്. എത്ര പൈസ? ഒരു ദിവസം കൊണ്ട് തീർക്കണേ. കഴിക്കാറാ. ചീസ് ക്രാക്കേഴ്സ് അത് ഞാൻ കഴിക്കും. വാവ്, ഐ ലവ് വൈബ്സ്. അടിപൊളി. കിച്ചൺ വൈബ്സോ? ഇത് ഞാൻ കിച്ചണിൽ യൂസ് ചെയ്യില്ല, ഇതിന്റെ മുഖത്ത് ഞാൻ യൂസ് ചെയ്യും. ടേസ്റ്റ് ഉണ്ടോ അത്? കഴിക്കാണോ? വെട്ടുകേക്കാണോ? ഇത് ഇവരുടെ ഒരു ഫേവറേറ്റ് സംഭവമാണ്. എന്തോ പൊളിക്കണ്ട, നാളെ പൊളിക്കാം. കണ്ടാ അവിടെ വെട്ടുകേക്ക് പോലെ ഉണ്ട്. അമ്മിണി, കിങ്ങിണി, ഡുണ്ടുമോൻ, അങ്ങനെയൊക്കെയാലോ? ചായ. ഇങ്ങനെയാണോ ചായ? ഇത് ഫുൾ ഓഫ് ചായ. നൈസ്. നാളെ രാവിലെ എനിക്ക് ഇതിനെ തരുമോ? കിച്ചണിൽ വെക്കാനുള്ള അമ്മിണിയും കിങ്ങിണിയും അച്ചടാ പൊട്ട് തൊട്ടടുത്തിരിക്കണോ? This is not fair. ഞാൻ നിർത്തി ചാലഞ്ച്. ഞാൻ കൊടുത്തു.
ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കരുത്, ഒരു തരത്തിലും. നീ കഴിക്കുക, അതാണ് ചലഞ്ചിൽ. ഒരാളെ ചലഞ്ച് ചെയ്യാം. റിയൽ ചലഞ്ച് 21 days ഒരു മനുഷ്യൻ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു 5-6 ദിവസമായിട്ട് അടിപൊളി ചലഞ്ച് ചെയ്ത് 2 കിലോ കുറച്ചൊരു മനുഷ്യന്റെ മുന്നില് ഒരു കൊട്ട സ്വീറ്റ്സ് ഇട്ടിട്ട് അല്ലേ? അതാണ് ഞങ്ങൾക്ക് അതാണ് കാണേണ്ടത്. ഞങ്ങൾക്ക് അതാണ് കാണേണ്ടത്. ഇങ്ങനത്തെ കഴിക്കാൻ ചെയ്തിരുന്നു എല്ലാം തിന്നിട്ട് മറ്റേ ഓ ബട്ടർ കുക്കീസ് പോലെ വായ അരിഞ്ഞു കോട്ടൺ പോലെ കിട്ടില്ല. എന്നാക്കിയോ അത് 2 ടൈപ്പാണ്. ആ ബട്ടൺ സൈഡിൽ എടുത്തു നോക്ക്. അപ്പൊ അത് വലിയ ലഗേജ് അങ്ങനത്തെ യൂസ് ചെയ്യാം. ഓ ഇത് ആർട്ട് ക്ലാസ്സിലാണ് സെയിം സാധനം. പക്ഷെ എന്തൊരു ഭംഗിയാ. ഞാൻ കൊണ്ടുവരില്ലേ ഇത്? ആർട്ട് ക്ലാസ്സിനാണെങ്കിൽ അങ്ങനെ, ട്യൂഷൻ ആണെങ്കിൽ എന്നാ ചെറുതല്ലോ, നല്ല വലുതാണ്. അത് ഇത് വെക്കാൻ അങ്ങനെയുള്ളതാണ്. എനിക്ക് എന്നെ തന്നെ കാണില്ലേ കഴിച്ച്. അയക്കി തരുമോ? അത് please. ഇതിന്റെ പേര് ബെനറ്റ് അങ്ങനെ എന്തോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഫ്രഞ്ച് ക്യാപ്സ്. എന്താ കോളേജ് പോലെ നിന്റെ നല്ല വലിപ്പം കൂടുതലാ, ഭംഗിയില്ല. ഇങ്ങനെ തന്നെ അല്ലായിരുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടോ കിടക്കാറായി? ഇനി സൊപ്പിന് ഉള്ള സാധനങ്ങളാണ്. ദൈവമേ, എന്റെ സാധനങ്ങൾ അതല്ല, വേറൊന്നുമല്ല. ഫുൾ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്. ഓ മൈ ഗോഡ്, ഈ ഫ്രിഡ്ജ് മൊത്തം ഇയാളല്ലത് അല്ലടോ. പപ്പ ഈ ഫ്രിഡ്ജ് മൊത്തം ഒട്ടിക്കാൻ പറ്റില്ല, അത് മാഗ്നറ്റ് അല്ലേ കണ്ണാ. ഇത്രയും ഫ്രിഡ്ജ് മാഗ്നറ്റ് വെച്ച് നമുക്ക് ഇനി വേറെ രാജ്യമൊന്നും കാണണ്ടേ? എനിക്ക് നല്ല ക്യൂട്ടാണ് ഈ ഫ്രണ്ട് സൈഡിലൊക്കെ. എനിക്ക് തോന്നില്ല ഇത്രയും വെറൈറ്റി ആൻഡ് ക്യൂട്ട് മാഗ്നറ്റ്സ് ഇനി വേറെ രാജ്യത്ത് കിട്ടുന്നു. അതൊക്കെ മാഗ്നറ്റാ. ഇത്രയും വെറൈറ്റി മാഗ്നറ്റ് എനിക്ക് തോന്നില്ല ഇനി വേറെ എവിടെ ഉണ്ടാവും. എന്തത് എനിക്ക് അമ്മോ, എങ്ങനെയൊക്കെ മാഗ്നറ്റ്സ് ഉണ്ടാക്കാമല്ലേ? ഇനി വല്ലുണ്ടോ? വല്ലുണ്ടോ ചോദിച്ചു നടക്കണം. നോർമൽ ബാഗ് പോലെ ബാഗ്. ഇനി എന്റെ അടുത്തുള്ളത് മുഴുവന കഴുകാനുള്ള ഡ്രസ്സുകളാണ്. അല്ല വേറെ അല്ല അല്ല ഇവിടെ പാണ്ടൊക്കെ എന്താ ഡ്രസ്? ഇത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് കേൾക്കുമ്പോ മ്യൂസിക്, നീട്ട മ്യൂസിക് ഓർമ്മ വരും. ഷോപ്പീസ് വെക്കാന് so nice, so nice. ഒരുവിധം കഴിഞ്ഞു. ഇനി പപ്പട കുറച്ച്. ഇതെല്ലാം ഫേവറേറ്റ്, എല്ലാം ഫേവറേറ്റ്. ഇതൊരു ഫേവറേറ്റ് ഏതാ? അയമ്മന്റെ മാവ്. എനിക്ക് കമ്മലുകള്, കമ്മല് ഫ്രിഡ്ജ് മാഗ്നറ്റ്.